മലയാള സിനിമ 100 കോടി ക്ലബിൽ എത്തിയിട്ട് 10 വർഷം തികയുകയാണ്. മമ്മൂക്ക ഇതുവരെ ഒരു 100 കോടി ചിത്രത്തിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ്. നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് മമ്മൂക്ക. ഇത്രയേറെ വർഷങ്ങളായിട്ടും ഇൻഡസ്ട്രി ഇത്രയേറെ ഡെവലപ്ഡ് ആയിട്ടും മാർക്കറ്റ് ഇത്രയേറെ വളർന്നിട്ടും ഒരു മമ്മൂക്ക ചിത്രത്തിന് 100 കോടി ക്ലബിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഗംഭീര സിനിമകളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ ഇന്ത്യയിലെ നടന്മാരുടെ കാര്യമെടുത്താൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ താരങ്ങളുടെ കാര്യമെടുത്താൽ ഏറ്റവും ഗംഭീരമായ സിനിമകൾ വ്യത്യസ്ത ജോണറിൽ നൽകിയിട്ടുള്ളത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് പിറകിൽ മാത്രമേ മറ്റാരും വരികയുള്ളൂ. എന്നിട്ട് പോലും ഒരു മമ്മൂട്ടി ചിത്രത്തിന് 100 കോടി എന്ന കടമ്പ ബോക്സ് ഓഫീസിൽ കടക്കാൻ കഴിയുന്നില്ല. ഏറ്റവും അവസാനമായി മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു പാട്രിയറ്റ്. ഒരു ക്ലീൻ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു എങ്കിലും മമ്മൂട്ടി തന്നെയായിരുന്നു ഈ ചിത്രത്തിലെ നായക വേഷം കൈകാര്യം ചെയ്തത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം നേടിയാൽ പോലും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്നാണ്. ചിത്രത്തിന് ആദ്യ ഷോയ്ക്ക് ശേഷം സമ്മിശ്ര പ്രതികരണം തന്നെ ലഭിച്ചു. മോഹൻലാലൊക്കെ ഭാഗമായതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഇനീഷ്യൽ ചിത്രത്തിന് സാധ്യമായി. 28 കോടിയോളം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിന് കാര്യമായി കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല. വീക്കെൻഡിൽ ഏതാണ്ട് 61 കോടിയോളം നേടി. എന്നാൽ പിന്നീട് ചിത്രത്തിന് നേടാൻ കഴിഞ്ഞത് 10 കോടിക്ക് മുകളിൽ ഒരു സംഖ്യ മാത്രമാണ്. പാട്രിയറ്റിന്റെ ഫൈനൽ കളക്ഷൻ 75 കോടിയോളമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇനിയൊരു വലിയ കളക്ഷനൊന്നും ചിത്രത്തിന് സാധ്യമല്ല. അങ്ങനെ മമ്മൂക്കയുടെ 100 കോടി ചിത്രമെന്ന സ്വപ്നം ബാക്കിയാവുകയാണ്. ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി ഇനി തിയേറ്ററിൽ എത്താനായിട്ട് കാര്യമായ ചിത്രങ്ങളില്ല എന്നുള്ളതാണ്. മട്ടാഞ്ചേരി മാഫിയാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം. ആ ചിത്രത്തെക്കുറിച്ചുള്ള കാര്യമായ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും ഷൂട്ടിംഗ് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നിതീഷ് സഹദേവിന്റെ ഒരു ചിത്രം കൂടെ വരാനുണ്ട്. ആ ഒരു ചിത്രവും ഈ വർഷം തന്നെ റിലീസ് ചെയ്യുമോ എന്നറിയില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി എന്ന മഹാനടൻ 100 കോടി ക്ലബിലേക്ക് ഈ വർഷം എത്തുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് ചുരുക്കം. 2016 ഒക്ടോബർ 7 തിയേറ്ററിലെത്തിയ പുലിമുരുകനായിരുന്നു മോളിവുഡിന്റെ ആദ്യത്തെ 100 കോടി. 2026 ഒക്ടോബർ 7 ആവുമ്പോൾ 10 വർഷം തികയുകയാണ് പുലിമുരുകന്. അപ്പോഴും ഒരു മമ്മൂക്ക ചിത്രം 100 കോടി ക്ലബിൽ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടാനൊക്കെ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കഴിവുണ്ട്. 80 കോടിക്ക് മുകളിലൊക്കെ മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളും നേടിയതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് 100 കോടിയിലേക്ക് എത്താത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഏതായാലും വളരെ വൈകാതെ തന്നെ ഒരു മമ്മൂട്ടി ചിത്രം 100 കോടി ക്ലബിലേക്ക് എത്തട്ടെ.